നമസ്കാരം. ദിവ്യാസ് കറി ഹൗസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദിവ്യാസ് കറി ഹൗസിൻ്റെ യൂട്യൂബ് പേജും ഫേസ്ബുക്ക് പേജും സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റാണ്. ചിക്കൻ റോസ്റ്റ് പല രീതിയിൽ തയ്യാറാക്കാം. ഞാനിവിടെ തയ്യാറാക്കുന്നത് മാരിനേഷനൊന്നും ചെയ്യാതെയുള്ള രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഒരു പാനിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ചൊഴിച്ചാൽ മതിയാവും, കാരണം ചിക്കൻ വെന്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയാണ് ചതച്ച് വെച്ചിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് മസാലയിൽ ചേർക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്, അതും കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനകത്ത് നിന്ന് നമുക്ക് കുറച്ച് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വേവുന്നത് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ മസാലയ്ക്കുള്ള അത് വഴറ്റാനായിട്ട് പോകുന്നത്. ഞാനിവിടെ കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 4 നെടുകെ കീറിയത്, വേപ്പില, പിന്നെ നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി സവോള അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടൊമാറ്റോ അരിഞ്ഞതും കൂടി ചേർക്കാം. ടൊമാറ്റോ നമുക്ക് സവോള വഴന്നതിന് ശേഷം ചേർത്താലും മതി. ഞാനിവിടെ നേരത്തെ ചേർത്തതേ ഉള്ളൂ. അതുപോലെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് ചേർത്തത് വീഡിയോയിൽ വന്നിട്ടില്ല. കുറച്ച് ഉപ്പ് ചേർത്ത് നോക്കുക ആദ്യം, കാരണം നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത്. വേണമെങ്കിൽ മാത്രം നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളകാണ് ചേർക്കുന്നത്. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് ആവശ്യത്തിനുള്ള എരിവ് കിട്ടും. ഇത് മിക്സിയിലിട്ട് ചതച്ചെടുത്ത മുളകാണ്. അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ചതച്ച മുളകായതുകൊണ്ട് അത് മൊരിയാനായിട്ട് കുറച്ച് സമയം വേണം. മുളക് പൊടി അല്പം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് മൂത്ത മണം വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടിയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ചതച്ച മുളക് ചേർത്തിരിക്കുന്നത് കൊണ്ട് അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണവും അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിതിലത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു സ്ലോ ഫയറിലിട്ട് വേണം ഇനി കുക്ക് ചെയ്യാനായിട്ട്. നന്നായിട്ട് അതൊന്ന് മുരിഞ്ഞ് അതിൻ്റെ ഒരു കളറൊക്കെ ആവുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഈ ചിക്കൻ റോസ്റ്റ് അത്യാവശ്യം സ്പൈസിയാണ്. നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, അതുപോലെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, ചതച്ച മുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തർ അവരവരുടേതായ ഇഷ്ടാനുസരണം ചേർത്താൽ മതി. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ റോസ്റ്റ് എന്തായെന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഗരം മസാലപ്പൊടി ചേർത്തിട്ടില്ല. ഇവിടെ നമ്മൾ ആ കൂടി ചേർത്തത് ചിക്കൻ വേവിച്ചപ്പോൾ കുരുമുളക് പൊടി ഇട്ടാണ് വേവിച്ചത്. അതുകൂടാതെ മഞ്ഞൾപ്പൊടിയും ചതച്ച മുളകും മല്ലിപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് ഗരം മസാല ഒരു ലാസ്റ്റ് ടൈമിൽ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്.
ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാലപ്പൊടിയാണ്. നമുക്കിനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഗരം മസാല ഒന്ന് മൊരിയുന്നത് വരെ, മൂക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ചിക്കൻ റോസ്റ്റ് നന്നായിട്ട് മൊരിയുമ്പോഴാണ് അതിൻ്റെ ശരിക്കുമുള്ള ടേസ്റ്റ് വരുന്നത്. കാരണം സവോള നന്നായി വഴന്ന് അതിലേക്ക് നമ്മളിപ്പോൾ ചതച്ച മുളകാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ടേസ്റ്റ് കുറച്ചുകൂടി കൂടുതലായിട്ട് കിട്ടും. കാരണം മുളക് മൊരിയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. മുളക് പൊടി ഇടുന്നതിനേക്കാൾ ഒന്നുകൂടി ചിക്കൻ റോസ്റ്റിന് തയ്യാറാക്കുമ്പോൾ ചതച്ച മുളക് ഇടുന്നതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് വരുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഞാൻ 2 രീതിയിലും തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ചതച്ച മുളകാകുമ്പോൾ ഒന്നുകൂടി അതിന് ടേസ്റ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്തു. ഇപ്പോൾ നന്നായിട്ടത് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും നാൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില എനിക്കിഷ്ടമുള്ള ഒരു സാധനമാണ്. കുറച്ച് സവോളയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഫയർ ഓഫ് ചെയ്തതിന് ശേഷം അല്പനേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറാണ്. എല്ലാവരും ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദിവ്യാസ് കറി ഹൗസിൻ്റെ യൂട്യൂബ് പേജിലും ഫേസ്ബുക്ക് പേജിലും എല്ലാ വീഡിയോസിൻ്റെ ലിങ്കും അതുപോലെ റെസിപ്പിയും അവൈലബിൾ ആണ്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.